സോ ആ ബാക്കിൽ കാണുന്ന പി സി 50,000 റുപ്പീസ് ആണ്. DDR5 പ്ലാറ്റ്ഫോം ആണ്, ഫ്യൂച്ചർ അപ്ഗ്രേഡബിൾ ആണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ്, അത്യാവശ്യം എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഒരു പി സി. സോ ഇന്നെന്തായാലും ഈ പി സി ബിൽഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആക്ച്വൽ ബിൽഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസും സ്പെക്കിലാണ്. ബിക്കോസ് ഈ പ്രൈസ് റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നത്. സോ യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ ഫ്രം കൊല്ലം ഓർഡർ ചെയ്തൊരു ക്ലയന്റ് ബിൽഡ് ആണിത്. ഈ സെയിം സ്പെക്കിന്റെ റെക്കമെൻഡേഷൻസ് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. YBB വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും അത്ര പ്രിഫർ ചെയ്തില്ല. ഈ ബിൽഡ് ഞാൻ ഒത്തിരി പേര് നമുക്ക് ബിൽഡ് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ബിൽഡ് ചോദിച്ച് വന്നവർക്ക് ഞാൻ പറഞ്ഞതാണ്. ബട്ട് എല്ലാവരും ഇതിന്റെ പ്രോസസർ കേൾക്കുമ്പം കുറച്ച് ലോ എൻഡ് അല്ലേ എന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. സോ എനിവേസ് ഓൺ ദാറ്റ് നോട്ട്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസർ ഇന്റൽ i3 12100F ആണ്. ഈ ബിൽഡിന്റെ ഫുൾ സ്പെക്ക് എന്ന് പറയുന്നത് വിത്ത് മോണിറ്റർ, കീബോർഡ്, പെരിഫറൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 65,000 ആണ്. ജസ്റ്റ് പി സിയുടെ മാത്രം ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഒരു 50,000 റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ വീഡിയോയുടെ മെയിൻ പാർട്ട് ബെഞ്ച് മാർക്കും ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ്. സോ അതിനു മുമ്പേ സ്പെക്ക് നമുക്കൊന്ന് നോക്കാം. പ്രോസസർ ഞാൻ പറഞ്ഞു ഇന്റൽ i3 12100F ആണ് യൂസ് ചെയ്തേക്കുന്നത്. അറൌണ്ട് 8,000 പ്രൈസ് റേഞ്ച്. മദർബോർഡ് നമുക്ക് ബഡ്ജറ്റ് സീരീസ് DDR5 ഓൾ ടൈം ഫേവറേറ്റ് MSIയുടെ B760M ബോംബർ വൈഫൈ. ഇതുവരെ ഈ സെയിം മദർബോർഡ് നമ്മളൊരു 6 to 7 ബിൽഡ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ടിൽ നൗ നോ ഇഷ്യൂസ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഡീസന്റ് മദർബോർഡ് ആണ്. SSD ഹീറ്റ് സിങ്ക് അവൈലബിൾ ആണ്, ARGB ഹെഡർ ഉണ്ട്, വൈഫൈ ബ്ലൂടൂത്ത് ഓൺ ബോർഡിൽ തന്നെ വരുന്ന ഒരു മദർബോർഡ് ആണ്. സോ നിയർലി 12,000 പ്രൈസ് റേഞ്ചിൽ DDR5 സപ്പോർട്ട് ചെയ്യുന്ന വെരി ഡീസന്റ് മദർബോർഡ് എന്ന് ഞാൻ പറയും. RAM 16GB സിംഗിൾ സ്റ്റിക്ക് ആണ്, കിങ്സ്റ്റന്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. 5200 MHz സ്റ്റോറേജിന് SSD നമ്മൾ കൊടുത്തേക്കുന്നത് 1TB ആണ്. MSI ബ്രാൻഡിന്റെ M461 1TB Gen 4 ബേസ്ഡ് SSD. പവർ സപ്ലൈ 550 വാട്ട്സിന്റെ ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഡീപ് കൂൾഡ് PK550 80+ ബ്രോൺസ് റേറ്റഡ്. ക്യാബിനറ്റ് ഈ കാണുന്നത് ആന്റി സ്പോർട്സ് ബ്രാൻഡിന്റെ ICE 112 എന്ന മോഡലാണ്. അറൌണ്ട് 3,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഓട്ടോ RGB ഫാൻസ് ആണ്, ഫുള്ളി ARGB അല്ല. ആൻഡ് ഇതൊരു ഫുള്ളി കൺസ്ട്രെയിൻഡ് ടൈറ്റ് ബഡ്ജറ്റ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് കൂളർ ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി i3ക്ക് സ്റ്റോക്ക് കൂളറിന്റെ ആവശ്യം വരുന്നുള്ളൂ, വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്തോളും, കുഴപ്പമില്ല. സോ കൂളിംഗ് വൈസ് നമ്മളിവിടെ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ബഡ്ജറ്റ് ലോ ആണ് ആൻഡ് ഓൾസോ CPU അത്രയും ആവശ്യമില്ല. ആൻഡ് മോസ്റ്റ് ബഡ്ജറ്റ് നമ്മൾ ഇതിലെ GPU ആണ്. GPU ഇവിടെ നമ്മൾ യൂസ്ഡ് RX 6600 8GB VRAM ഉള്ള GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചേഴ്സും കണ്ടീഷനും എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് വാലിഡേറ്റ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 12100Fഉം RX 6600ഉം ബോട്ടിൽ നെക്കിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഫ്യൂച്ചർ അപ്ഗ്രേഡ് 12400F ചെയ്താലും കുഴപ്പമില്ല. RX 6600 ആക്ച്വലി ഇന്ത്യയിൽ ഒരു അണ്ടർ റേറ്റഡ് GPU ആണ്. ബിക്കോസ് ഇത്രയും കേപ്പബിൾ, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള GPU ലൈക്ക് ബെറ്റർ ദാൻ RTX 3050, RTX 2060യെക്കാളും ബെറ്റർ ആണ്. ഇൻഫാക്ട് RTX 3060യെക്കാളും 10 to 15% ജസ്റ്റ് അണ്ടർ പെർഫോമിംഗ് പെർഫോമൻസേ ഉള്ളൂ. സോ ഇതെല്ലാം കൂടി നിയർലി 50,000 പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കാം. ആൻഡ് ലാസ്റ്റിൽ ഈ 50,000 നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്യാം അതും കൂടി ഞാൻ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ അസാസിൻസ് ക്രീഡ് വാൽഹാല ആണ് ടെസ്റ്റ് ചെയ്തത് വെരി ഹൈ സെറ്റിംഗ്സിൽ. ഫൈനൽ ആവറേജ് ബെഞ്ച് മാർക്സിന്റെ ഫ്രെയിം റേറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് 89 FPS ആണ് ഓൺ ആവറേജ് കിട്ടിയത്, വിച്ച് ഈസ് വെരി ഗുഡ് സ്റ്റാർട്ട്. ആൻഡ് VRAM യൂസേജ്, RAM യൂസേജ് 7GB ആണ് ടോട്ടൽ VRAM ഇവിടെ യൂസ് ആകുന്നത്. റാമിന്റെ യൂസേജ് നോക്കുവാണെങ്കിൽ 9+ GB ആണ്, 9GB മേലെ പോകുന്നുണ്ട് യൂസേജ്. മാക്സിമം ടെമ്പറേച്ചേഴ്സും 71 ഡിഗ്രീസ് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് Cyberpunk 2077, ഇത് നമ്മളൊരു ഒപ്റ്റിമൈസ്ഡ് സെറ്റിംഗ്സിലാണ് നോക്കിയത്. മീഡിയം ഹൈ സെറ്റിംഗ്സ് റേഞ്ചിൽ ഈസിലി നമുക്ക് 72 FPS കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ FSR ഫിഡിലിറ്റി എഫക്ട് സൂപ്പർ റെസൊല്യൂഷൻ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നമുക്കൊരു 110 to 120 FPS റേഞ്ച് കിട്ടുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ക്വാളിറ്റിയിൽ നമുക്ക് ചെറിയൊരു ഹിറ്റ് വരുന്നുണ്ട് ഇവിടെ. സോ ബെറ്റർ FSR എനേബിൾ ചെയ്യാതെ കളിക്കുകയാണെങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള പ്ലേയബിൾ റെസ്പെക്ടബിൾ 72 FPS റേഞ്ച് കിട്ടുന്നുണ്ട്. സോ അത് Cyberpunk ഗെയിമുമായിട്ട് നോക്കുവാണെങ്കിൽ വിത്ത് ദിസ് പ്രോസസർ ആൻഡ് GPU കോംബോ 70 റേഞ്ച് FPS എന്ന് പറയുന്നത് വെരി ഗുഡ് ആണ്. നെക്സ്റ്റ് ഹൊറൈസോൺ സീറോ ഡോൺ ആണ്. ഇവിടെ നമ്മൾ ഹൈ സെറ്റിംഗ്സിലാണ് നോക്കിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 107 FPS ടോട്ടൽ ഓൺ ആവറേജ് വരുന്നുണ്ട്. 7GB ആണ് VRAM യൂസേജ് നമ്മൾ നോട്ടീസ് ചെയ്തത്. RAM യൂസേജ് കൂടുന്നുണ്ട്. ഇവിടെ 11GBക്ക് മേലെ RAM യൂസ് ആവുന്നുണ്ട്. അടുത്ത ഗെയിം Forza Horizon 5, ഏറ്റവും ഹൈ സെറ്റിംഗ്സിലാണ് നമ്മൾ ഇതും നോക്കിയത്. ക്ലിയർലി നമുക്കൊരു 146 FPS റേഞ്ച് വരുന്നുണ്ട്. ഡീറ്റെയിലിംഗും ക്ലാരിറ്റിയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ ഇവിടെയും 80 to 90% GPU യൂസ് ആവുന്നുണ്ട്. 6GB ആണ് VRAM യൂസേജ് കണ്ടത്, 10GBയുടെ RAM യൂസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് Alan Wake 2. സോ ഇവിടെ എന്തായാലും ഏറ്റവും ഹയസ്റ്റ് സെറ്റിംഗ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കുറച്ച് ഡൗൺ ഗ്രേഡ് ചെയ്ത് മീഡിയം
സെറ്റിംഗ്സിലാണ് ഞാൻ നോക്കിയത്. സോ മീഡിയം സെറ്റിംഗ്സ് നമുക്ക് 57 ആ റേഞ്ച് FPS വരുന്നുണ്ട്. നിയർലി 60 ചില സിനാരിയോസിൽ ചില ഏരിയസിൽ 60 മേലെ പോകുന്നുണ്ട്. ഓവറോൾ നമുക്ക് ആവറേജ് കിട്ടിയത് ഒരു 57 FPS ആണ്. GPU ടെമ്പറേച്ചേഴ്സ് 72 ഡിഗ്രീസ് വരെ നമുക്ക് ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. VRAM യൂസേജ് 7+ GB യൂസ് ആവുന്നുണ്ട്. സോ കൺസിഡറിംഗ് ഏറ്റവും ലേറ്റസ്റ്റ് ഗെയിമാണ് ആൻഡ് ഓൾസോ GPU ഡിമാൻഡിംഗ് ആയിട്ടുള്ളൊരു ഗെയിമുമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് മീഡിയം സെറ്റിംഗ്സിൽ 60 റേഞ്ച് FPS വരുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ഒരു കാര്യം കൂടി, ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പം സ്റ്റാർട്ടിംഗ് സീൻസിൽ നമുക്ക് ചെറിയ ഗ്ലിച്ചും ചെറുതായിട്ട് സ്റ്റട്ടറിങ് കണ്ടിട്ടുണ്ട്. ബട്ട് അതെല്ലാം കഴിഞ്ഞ് ടൈറ്റിൽസ് ഒക്കെ വന്ന് ആക്ച്വൽ ഗെയിം സ്റ്റാർട്ട് ആയപ്പോൾ സ്റ്റട്ടേഴ്സ് ഒന്നും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഗോഡ് ഓഫ് വാർ ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ അൾട്രാ സെറ്റിംഗ്സ് നോക്കിയപ്പം ഒരു 58 FPS റേഞ്ച് ആണ് കിട്ടുന്നത്. അതിന് കുറച്ചൊന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് ഹൈ സെറ്റിംഗ്സിൽ ഇട്ടപ്പം നമുക്ക് 79 to 80 FPS റേഞ്ച് വരുന്നുണ്ടായിരുന്നു. ഇവിടെയും 10 GB ആണ് റാം യൂസേജ് നമ്മൾ നോട്ടീസ് ചെയ്തത്. VRAM യൂസേജ് നിയർലി 6 GB ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഓൾ ടൈം ഫേവറേറ്റ് GTA 5 വെരി ഹൈ സെറ്റിംഗ്സിലാണ്. ഈസിലി നമുക്ക് 155 FPS റേഞ്ച് ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും VRAM-ഉം RAM യൂസേജ് കൺസിഡറബിളി കുറവാണ്. VRAM യൂസേജ് ഒരു 4 to 5 GB റേഞ്ച് ആണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. റാമും 8 GB ആണ്. ഇപ്പോഴും പലരും PC റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ PC ബിൽഡ് ചോദിച്ചു വരുന്നത് എനിക്ക് GTA 5 അത്യാവശ്യം ബെസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റണം, ഇത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ വരുന്നത്. എനിവേസ് നെക്സ്റ്റ് ഗെയിം സ്പൈഡർമാൻ റീമാസ്റ്റേർഡ് ആണ്. ഹൈ സെറ്റിംഗ്സിലാണ് നമ്മൾ നോക്കിയത്. 83 FPS റേഞ്ച് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഗെയിം പ്ലേയും കാര്യങ്ങളും സ്മൂത്ത് ആണ്. സ്റ്റട്ടറിങ്ങോ ഗ്ലിച്ചോ ഒന്നും തന്നെ ഇല്ല. ഈവൻ ഹൈ ഫ്ലൈയിങ് ഏരിയാസിലായാലും ഹെവിലി ക്രൗഡഡ് ഏരിയാസ് ആണെങ്കിൽ നമുക്ക് വലിയ ഫ്രെയിം റേറ്റ്സ് ഡിപ്പ് ഒന്നും കാണുന്നില്ല. ആവറേജ് 83 FPS റേഞ്ച് വരുന്നുണ്ട്. VRAM യൂസേജ് 7 GB ആണ് കാണുന്നത്. ആൻഡ് റാം യൂസേജ് ഇവിടെ കൂടുതലാണ്. 11 GBക്ക് മേലെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് RDR2 ഏറ്റവും ഹയസ്റ്റിലാണ് നമ്മൾ ഇട്ട് ഫസ്റ്റ് നോക്കിയത്. 71 FPS റേഞ്ച് കിട്ടുന്നുണ്ട്. RDR2 ആക്ച്വലി ഇപ്പം ബ്യൂട്ടിഫുള്ളി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് PCയിലൊക്കെ നല്ല FPS കിട്ടും. VRAM യൂസേജ് 6 GB ആണ്. റാം യൂസേജ് 9+ GB ആണ് നമ്മൾ കാണുന്നത്. സെറ്റിംഗ്സ് നമ്മൾ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഒരു മീഡിയം ഹൈ സെറ്റിംഗ്സിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 94 FPS വരെ ആവറേജ് കിട്ടുന്നുണ്ട്. ഈവൻ ഫുൾ ഹയസ്റ്റിൽ ഇട്ട് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 71 FPS റേഞ്ച് ആണ്. ബട്ട് ജസ്റ്റ് ഫോർ കമ്പാരിസൺ ആണ് നോക്കിയത്. ഒന്നും ചെറുതായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുവാണെങ്കിൽ 90 FPS റേഞ്ച് ഈസിലി വരും. ഫൈനലി വാലറന്റ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് സെറ്റിംഗിലാണ് ടെസ്റ്റ് ചെയ്തത്. ഈസിലി നമുക്ക് ഓൺ ആവറേജ് 300 FPS ഇവിടെ കിട്ടുന്നുണ്ട്. ഓൺ ആവറേജ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 301 FPS ആണ് കിട്ടിയത്. വാലറന്റ് CPU ഇന്റൻസീവ് ഗെയിം ആണ്. പ്രോസസറും ഗ്രാഫിക്സ് കാർഡും ഏകദേശം നിയർലി യൂട്ടിലൈസ് ആവുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം CPU ആണ് കൂടുതൽ യൂസ് ആകുന്നത്. സോ ഇവൻ ഒരു 4 കോർ പ്രോസസർ ആണെങ്കിലും നമുക്ക് ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. സോ ഈ 10 ഗെയിംസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. നമ്മൾ പ്രോസസറിന്റെ ബഡ്ജറ്റും ഓവറോൾ ബഡ്ജറ്റ് ആൻഡ് ദിസ് പെർഫോമൻസും അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് വാല്യൂ ഫോർ മണി PC ആണിത്. നല്ല പ്രൈസ് ടു പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന സ്മൂത്ത് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് തരുന്ന ഒരു PC തന്നെയാണ്. ഓൾദോ ഈ PCയുടെ മെയിൻ റിക്വയർമെന്റ് ഗെയിമിംഗ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിൽ എഡിറ്റിംഗിന്റെ ബെഞ്ച് മാർക്ക് നോക്കിയിട്ടുണ്ട്. അഡോബ് പ്രീമിയർ പ്രോ ആണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. സോ അഡോബ് പ്രീമിയർ പ്രോയുടെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഈ കാണുന്നത് നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു 4K ഫുട്ടേജ് ആണ്. 4K വീഡിയോ ആണ്. ആക്ച്വലി 4K എഡിറ്റിംഗ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മാക്സിമം പൊട്ടൻഷ്യൽ ഒന്ന് നോക്കാൻ വേണ്ടി 4K ആണ് നമ്മൾ നോക്കിയത്. എഡിറ്റിംഗിലെ ടൈം ലൈൻ സ്ക്രബിങ്ങും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഹാഫ് റെസൊല്യൂഷനിൽ ഇട്ടാണ് നമ്മൾ നോക്കിയത്. ഫുൾ റെസൊല്യൂഷൻ ഇടുമ്പം ചെറിയ സ്റ്റട്ടറും ലാഗും വരുന്നുണ്ട്. സ്പെഷ്യലി ഗ്രാഫിക്സ് ഹെവി ആയിട്ടുള്ള ഈ പ്ലഗിന്റെ അവിടെ വരുമ്പം ചെറിയൊരു സ്റ്റട്ടർ ഉണ്ട്. സോ ഏതർ നമ്മൾ ഓവറോൾ റെസൊല്യൂഷൻ പ്ലേ ബാക്കിന്റെ റെസൊല്യൂഷൻ ഒന്ന് കുറച്ചിട്ട് നോക്കണം. സോ ഈ ഫുൾ വീഡിയോയിലെ ഒരു 10 മിനിറ്റ് പോർഷൻ ആണ് നമ്മൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കിയത്. 10 മിനിറ്റ്സിന്റെ 4K ഫുട്ടേജ് നമുക്കൊരു 13 minutes and 23 secondsലാണ് എക്സ്പോർട്ട് ആയി വന്നത്. 13 minutes 23 seconds എന്ന് പറയുന്നത് അത്യാവശ്യം ക്വിക്ക് തന്നെയാണ്. ഒബിയസ്ലി ഇത് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ എങ്ങനത്തെ പ്ലഗിൻസ് ഓർ ബാക്കി എന്തൊക്കെ ഗ്രാഫിക്കൽ ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ ഡിപ്പെൻഡ് ചെയ്യാം. ബട്ട് മോസ്റ്റ്ലി ഒരു ബഡ്ജറ്റ് PC ആയതുകൊണ്ട് തന്നെ ഞാൻ 1080p എഡിറ്റിംഗിനാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ബോട്ടം ലൈൻ, നിങ്ങളൊരു ബഡ്ജറ്റ് PC നോക്കുന്നുണ്ട്, ഒരു 45,000 to 50,000 റേഞ്ച്, നല്ല ഡീസന്റ് പെർഫോമൻസ്, ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളത്, എഡിറ്റിംഗും അത്യാവശ്യം ചെയ്യാൻ പറ്റണം, ഗെയിമിംഗ് ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്പെക് ആണ് 50,000 റേഞ്ചിൽ. ഇതിൽ 1-2 ഓൾട്ടറേഷൻസ് ഞാൻ പറയാം. ഇൻ കേസ് കുറച്ചും കൂടി ഒന്ന് ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് H610 മദർ ബോർഡ് എടുക്കാം. ഓൾദോ ഫ്യൂച്ചർ പ്രൂഫിംഗ് നോക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രോസസേഴ്സ് ഓർ ഗ്രാഫിക്സ് കാർഡ്സ് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ H സീരീസ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ചെറിയ അപ്ഗ്രേഡ്സ് ആണ്, നിങ്ങളുടെ ബഡ്ജറ്റ് കംപ്ലീറ്റ്ലി ടൈറ്റ് ആണെങ്കിൽ മാത്രം
H610 DDR5 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സ് ഉണ്ട്. അറൌണ്ട് ഒരു 8000 to 8500 റേഞ്ചിൽ നമുക്ക് ASUSന്റെ ഈ പർട്ടിക്കുലർ മോഡൽ ഉണ്ട്. ASUS Prime H610 CS എന്ന മോഡൽ. സിമിലർലി ഗ്രാഫിക്സ് കാർഡും നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 1660 സൂപ്പർ യൂസ്ഡ് എടുക്കാം. 1660 സൂപ്പർ നമുക്കൊരു 10,000 to 11,000 ഈ പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടും. സോ അവിടെ നമുക്കൊരു 2000 rupees കുറയ്ക്കാൻ പറ്റും ഓവറോൾ ബഡ്ജറ്റിൽ. പിന്നെ ഫ്യൂച്ചറിൽ GPU അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ല. ഹെവി അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പവർ സപ്ലൈയും ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്യാം. 550 വാട്ട്സിന് പകരം 450 എടുക്കാം. 450 വാട്ട്സിൽ 1660 സൂപ്പർ ഒക്കെ ഈസി ആയിട്ട് വർക്ക് ആവും. സിമിലർലി ഹൈ സ്പീഡ് Gen 4 SSD നോക്കുന്നില്ല. Gen 3 മതിയെങ്കിലും ഒരു 1000 rupees മേ ബി കുറയ്ക്കാൻ പറ്റും. ഓൾദോ ഇപ്പം SSDയുടെ പ്രൈസസ് എല്ലാം ഹൈ ആണ്, കൂടുതലായിട്ടുണ്ട്. സോ ഓവറോൾ ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുവാണെങ്കിൽ ഒരു 45,000 റേഞ്ചിൽ നമുക്ക് ഈ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിൽ നിങ്ങൾക്ക് ഇൻ കേസ് 4,000 to 5,000 rupees ബഡ്ജറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 12400F പ്രോസസർ നല്ലൊരു ഓൾട്ടർനേറ്റീവ് അപ്ഗ്രേഡ് ഓപ്ഷൻ ആയിരിക്കും. എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 50,000 രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെയിം സ്പെക്ക് നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ 12th ജെനിൽ തന്നെ Intel i5 അപ്ഗ്രേഡ് ചെയ്യാൻ വേണമെങ്കിൽ ഈവൻ 13th gen i5 നോക്കാം, ഓർ ഈവൻ മേ ബി i7 അപ്ഗ്രേഡ് പോസിബിൾ ആണ് F സീരീസ് പ്രോസസേഴ്സ്. സോ എനിവേസ് ഓവറോൾ എനിക്കിതാണ് ഈ വീഡിയോയിൽ കൺവേ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് നിങ്ങൾ സെയിം സ്പെക്ക് ഓർ 12100F യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ് നിങ്ങൾ ഹാപ്പി ആണോ എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യാം. സോ ആസ് ഓൾവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സെയിം ബിൽഡ് ഓർ അടിപൊളി വേറെ PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.